ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വീക്ക് കഴിഞ്ഞ വീക്ക് എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്തതെന്നും കഴിഞ്ഞ മാസം എങ്ങനെയാണ് മൂവ് ചെയ്തതെന്നും നമുക്ക് നോക്കാം. നെക്സ്റ്റ് വീക്ക് എന്തായിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ മാസം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു IFC ക്യാൻഡിലാണ് പ്രൈസ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഈ IFC ക്യാൻഡിലിന് പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പഠിപ്പിക്കും IFC ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രൈസ് താഴേക്ക് വരും. ഒരിക്കലും ഇല്ല കേട്ടോ. നമുക്കത് കൺഫർമേഷൻ വേണം. നെക്സ്റ്റ് മന്തിൻ്റെ ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ പ്രൊട്ടക്റ്റ് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് നിന്നാൽ മാത്രമേ താഴേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ഇതൊരു മേജർ ഹൈയോ മേജർ ലോയോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഒരു മേജർ ഹൈയൊക്കെ സ്വീപ്പ് ചെയ്തിട്ടാണ് ഇതേപോലെയുള്ള ഒരു IFC ക്യാൻഡിലാണെങ്കിൽ ഒരു പ്രീവിയസ് ലോ വരെയൊക്കെ പോകാം. പക്ഷേ ഇതിങ്ങനെ വന്നാലും നെക്സ്റ്റ് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താലും ഒരു പ്രീവിയസ് ലോ വരെയൊക്കെ ഒന്നും പോയില്ല. ചിലപ്പോൾ ഇതെടുക്കുക, അല്ലെങ്കിൽ ഇതിന് ഈക്വലൊക്കെ വന്ന് നിന്നിട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഞാൻ വേറെ എക്സാമ്പിളാണ്. ഇതൊരു IFC ക്യാൻഡിലാണ്. നെക്സ്റ്റ് മന്ത് വന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രൈസ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് IFC ക്യാൻഡിലായിരുന്നു. അത് പ്രൈസ് താഴേക്ക് വന്നില്ല, മുകളിലേക്ക് കയറിപ്പോയി. വീണ്ടും നോക്കിയാൽ നെക്സ്റ്റ് ഒരു ഇൻസൈഡാണ്. ഇതൊരു IFC ക്യാൻഡിലായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ബ്രേക്ക് ചെയ്യുക തന്നെ വേണം. ഇവിടെയൊക്കെ ഇത് നല്ലൊരു IFC ക്യാൻഡിലാണ്. IFC ക്യാൻഡിൽ വന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തു, ബോഡി ബ്രേക്ക് എന്ത് ചെയ്തില്ല, ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ഒരു പ്രീവിയസ് ലോ വരെയൊക്കെ നല്ല രീതിയിൽ വന്നു അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന പൊസിഷൻസൊക്കെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീക്കും മന്തും ഡേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഒരു IFC ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്നൊന്നും പറഞ്ഞ് ഇതൊരിക്കലും ആകണമെന്നില്ല. IFC ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നോക്കണം. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ ട്രാപ്പ് രീതിയിലാണ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നല്ല എൻട്രികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നല്ലൊരു പുൾ ബാക്ക് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മന്തിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് പ്രൈസ്. കുറച്ച് മാസങ്ങളായിട്ട് പ്രൈസ് ബുള്ളിഷാണ്. ശരിക്കും പറഞ്ഞാൽ ഗോൾഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ മന്തിൻ്റെ ക്യാൻഡിൽസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുള്ളിഷാണ് പ്രൈസ്. നല്ല രീതിയിൽ ബുള്ളിഷിൽ പോയി പുതിയ ഹൈ ഉണ്ട്. ഈ ഹൈ ഒക്കെ ഉണ്ടാക്കിയ നോക്കിയേ 80 പക്ഷേ ഞാൻ പറയണ ഈ ഹൈ ഉണ്ടാക്കി അതിനുശേഷം പ്രൈസ് നല്ലൊരു റേഞ്ച് ഉണ്ടാക്കി ഇവിടെ നിന്ന് പ്രൈസ് കയറിയ കയറ്റം നോക്കിയാൽ ഇവിടെ നിന്ന് പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ബിയർഷിലേക്ക് മന്തിൻ്റെ ക്യാൻഡിലൊന്നും പോയില്ല. 99 മുതൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഏകദേശം 2011 വരെ പ്രൈസ് നല്ല ബുള്ളിഷായിരുന്നു. അവിടെ നിന്നൊരു പുൾ ബാക്ക് എടുത്തു. ഏകദേശം വീണ്ടും ആ ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്തപ്പോൾ 2020 കണ്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു റേഞ്ചിലേക്ക്, ഒരു ഹൈ ഉണ്ടാക്കിയിട്ടൊരു റേഞ്ചിലേക്ക് വന്നാൽ ചിലപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം നമുക്ക് എടുക്കാം. വീണ്ടും പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കി, ഈ ഹൈ ഉണ്ടാക്കിയിട്ട് പ്രൈസ് എന്ത് 20 വന്നു. ഈ ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നോക്കി 23 ഏകദേശം ഒരു 3 വർഷം 4 വർഷം കൊണ്ട് പ്രൈസ് എന്ത് ചെയ്തു, അത് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റേഞ്ച്, ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള റേഞ്ചൊന്നും കിട്ടിയില്ല. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ റേഞ്ചുകളാണ്. പ്രൈസ് നല്ല രീതിയിൽ കുറേ നാളിങ്ങനെ പതിയെ താഴേക്ക് പോയി ഇങ്ങനെ നിന്നിട്ട്, പക്ഷേ എന്നാലും മന്തിൻ്റെ ഒന്നും ബിയറിഷിലേക്കൊന്നും പോകില്ല. ഇനിയും പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെയാണ് ഗോൾഡ് പോകുന്നത്. എന്ന് വെച്ചാൽ ഗോൾഡിനെ മാറ്റി വേറൊരു മെറ്റലിലേക്ക് ഇന്നേ വരെ ലോകം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഗോൾഡ് ഈ രീതിയിൽ തന്നെ പോകുന്നത്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളിലേക്കും മാറ്റങ്ങൾ വന്നു. ഫേസ്ബുക്കിനേക്കാൾ നല്ല ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഏത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനേക്കാൾ നല്ല ആപ്ലിക്കേഷൻ വരും. ഇതൊക്കെ ഓരോ 5 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ ഇനി മാറും. പണ്ടത്തേനേക്കാളും ഫാസ്റ്റായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് ഇന്നും പല രാജ്യങ്ങളും വലിയ അസറ്റായിട്ടും മനുഷ്യരെല്ലാവരും വലിയ അസറ്റായിട്ട് കാണുന്ന ഒരു മെറ്റലാണ്. അതുകൊണ്ട് ഇനിയും വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീക്ക് നല്ല രീതിയിൽ പല ആൾക്കാരും പറഞ്ഞു ഗോൾഡ് ബിയറിഷായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മന്ത് മുതൽ ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഒരിക്കലും ഇല്ല, ബിയറിഷിലേക്ക് മാറി നമുക്ക് പറയാനേ ആയിട്ടില്ല. ഇപ്പം 1 അവറിലും 4 അവറിലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടില്ല. ഒരിക്കലും ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ബിയറിഷിലേക്ക് മാറി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ബിയറിഷിലേക്ക് മാറുന്ന മൂവ്മെൻറ്റ്സുകൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. മനസ്സിലായി? ഇപ്പം നമുക്ക് ബിയറിഷിലേക്കുള്ള മൂവ്മെൻറ്റ്സും 50 മിനിറ്റിലാണെങ്കിലും നല്ല മൂവ്മെൻറ്റ്സുകളൊക്കെ നമുക്ക് കിട്ടിയാണ്. അതൊക്കെ ട്രേഡ് എടുക്കുക ധൈര്യമായിട്ട്. നമ്മളൊരു കൺഫർമേഷൻ പറ്റി നല്ല രീതിയിൽ റിസ്ക് മാനേജ് ചെയ്തല്ലേ ട്രേഡ് എടുക്കുക, ധൈര്യമായിട്ട് എടുക്കുക. അതേപോലെ ബൈ കിട്ടുന്ന ബൈയും എടുക്കുക. അപ്പോൾ 2 സൈഡിലേക്കും പ്രൈസ് മൂവ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ വലിയ ലോങ് ടൈം ട്രേഡുകൾ കിട്ടില്ല. ചെറിയ ട്രേഡുകൾ ഫസ്റ്റ് പ്രോഫിറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ലോസ് മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ 2 സൈഡിലേക്ക് വരുമ്പോൾ 2 സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീക്കിൻ്റെ കഴിഞ്ഞ് നമുക്കൊന്ന് വീക്കിൻ്റെ നോക്കാം. വീക്കിൻ്റെ നോക്കണമെങ്കിൽ ഇവിടെ ഒരു പ്രീവിയസ് ലിക്വിഡിറ്റി ഒന്നും ഇല്ല. ഇവിടെ വന്നം പ്രൈസ് തന്നെ 2500 വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു കൺഫർമേഷൻ എടുത്തെടുത്ത് പ്രൈസ് താഴേക്ക് വരുന്നതാണെങ്കിൽ ഇത് എടുത്തിട്ട് എന്നേക്കും പ്രൈസ് കയറുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഒരു ഹൈ പ്രയോറിറ്റി ട്രേഡ് എന്ന് പറഞ്ഞു വെച്ചത് ഈ ഡേയുടെ ഡിസിഷൻ OB ആയിരുന്നു. അതിൻ്റെ തൊട്ട് മേളിൽ നിന്നാണ് പ്രൈസ് പോയത്. ഈ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. ആ ലിക്വിഡിറ്റി എടുത്തത് മാത്രമല്ല, ഡേയുടെ സെറ്റപ്പിൽ നമുക്ക് 1 അവറിൻ്റെ OBയിൽ നിന്ന് മിറ്റിഗേഷൻ നടന്നാണ് പോയത്. 1 അവറിൻ്റെ
ഒ ബി ഒക്കെ ഞാൻ എല്ലപ്പോഴും പറഞ്ഞിട്ടുള്ളത് റിയാക്ഷൻ കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾ സെല്ല് നോക്കണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ റിയാക്ഷൻ കിട്ടും, നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോഫിറ്റ് എടുത്തെടുത്ത് മാറുക. ലോങ് ടൈം ചെയ്യാതെ തന്നെ സെല്ലും ഷോർട്ട് ടൈം ട്രേഡുകൾ ചെയ്ത് പ്രോഫിറ്റ് എടുത്ത ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ മൂവ്മെൻറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കൊക്കെ ലോസ് ഉണ്ടായും, ചിലപ്പോൾ ബ്രേക്ക് ഇവൻ നിൽക്കുന്നുണ്ടാവും. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് എന്താണ് നമുക്ക് കാണുന്നതെന്ന് നോക്കാം. നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രൈസ് ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടി. നെക്സ്റ്റ് ഒരു ഐഡിയ ഒന്നും പ്രൈസ് എടുത്തിട്ടില്ല, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇപ്പോൾ 4 ഹവറിൽ നോക്കണമെങ്കിൽ ഇവിടെ ഒ ബി ഉണ്ട്, ഡേയിൽ ഒ ബി ഉണ്ട്, നമുക്ക് ഇവിടെ നോക്കിയാൽ 4 ഹവറിൻ്റെ ഒ ബി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡേയുടെ ഒ ബി തന്നെ നമുക്ക് 4 ഹവറിൻ്റെ 2 ഒ ബി കാണാം, മനസ്സിലായോ? അപ്പോൾ 4 ഹവറിൻ്റെ ഒരു എക്സ്ട്രീം ഒ ബി ഉണ്ട്, ഇത് നേരത്തെ 4 ഹവറിൻ്റെ ഒരു ഡിസിഷൻ ഒ ബി ഉണ്ട്. അപ്പോൾ പ്രൈസ് എവിടെ വന്നിട്ട് വേണമെങ്കിലും കയറാം, നിങ്ങൾക്ക് എവിടെ നിന്നാണ് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഡേയുടെ ഒ ബിയിൽ നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ എടുക്കുമ്പോൾ വലിയ വലിയ സിങ് ട്രേഡുകൾ എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ട്രേഡ് എടുക്കുക. ഏകദേശം ഒരു 3-4 ട്രേഡ്, ഞാൻ ഗോൾഡിലൊക്കെ 1 ഹവറിൻ്റെ ഇതിൽ നിന്നെടുത്ത് 4 ട്രേഡ് എടുത്തു, 3 ട്രേഡ് ഡീപ്പ് അടിച്ചു, ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്യാൻ അടിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടിയത് തന്നെ ഈ മാസത്തെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ട്രേഡായിരുന്നു. എനിക്ക് കുറച്ച് ട്രേഡിലൊക്കെ ഒരു അക്കൗണ്ടിൽ ലോസിൽ നിൽക്കുമ്പോഴാണ് ആ മറ്റേ അക്കൗണ്ടിൽ ആ ഒരു ട്രേഡ് എടുത്തിട്ട് നല്ല പ്രോഫിറ്റ് കിട്ടുന്നത്. എന്നാൽ വലിയ റിസ്ക്കും വെച്ചിട്ടില്ല, വലിയ ചെറിയ റിസ്ക്, ഏകദേശം ഒരു 3% ആയിട്ട് റിസ്ക് വെച്ചു. 3% റിസ്ക് വെച്ച് അതിനാണ് ഏകദേശം നമുക്കൊരു 20-25% നമുക്ക് പ്രോഫിറ്റ് കിട്ടി പോരെ. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ബിയറിഷാണ്. ഇവിടെ ബിയറിഷിൽ പോയ സമയത്തൊക്കെ ബിയറിഷ് ചേഞ്ച് ഓഫ് കാർട്ട് കൺഫേം ആയതാണ്. കറക്റ്റായിട്ട് ബിയറിഷിൻ്റെ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്നു, ഐഡിയം എടുത്തില്ല. അപ്പോൾ ഓർഡർ ഫ്ലോയിൽ വന്ന് നല്ല എൻട്രി ആയിരുന്നു. ഇതൊരു വട്ടം വന്നിട്ട് ട്രാപ്പം തരാതെ അതിൽ നിന്നാണ് പോയത്. നെക്സ്റ്റ് ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്നു. അപ്പോൾ നമുക്ക് ഈ ലോയിലേക്ക് പ്രൈസ് പോകുന്നതന്നെ നമ്മുടെ ഈ 1 ഹവറിൻ്റെ ഓബി ഫെയിലായി. നെക്സ്റ്റ് ഇപ്പം നിൽക്കുന്നത് ഈ 1 ഹവറിൻ്റെ ഓബി. അപ്പോൾ ബിയർഷിലേക്ക് പ്രൈസ് മൂവ് ചെയ്തു, വലിയ പുൾ ബാക്ക് ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും 1 ഹവറിൻ്റെ ഒക്കെ ഓർഡർ ഫ്ലോ ഒക്കെ വരച്ചിട്ട് ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ട്രേഡ്സുകൾ അങ്ങോട്ടും കിട്ടും. അപ്പോൾ ഞാൻ ഈ റിയാക്ഷൻ പറയുമ്പോൾ ഈ റിയാക്ഷന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ട്രേഡ്സുകളായിക്കണ്ട. 1 ഹവറിൻ്റെ വിക്കോബിയാണ്, പക്ഷേ ഇത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തേക്കുക. നമ്മൾ 50 മിനിറ്റിലേക്ക് വന്നിയാണെങ്കിൽ പ്രൈസ് നമുക്ക് ഇനി പ്രൈസ് നമ്മുടെ ഡേയുടെ ഓബിയിലേക്ക് വരാനുള്ള നമുക്ക് ഈ ഒരു ഡിസിഷൻ ഓബി ഇത് ചിലപ്പോൾ ഫെയിലാകാം, ചിലപ്പോൾ ഇവിടെ നിന്ന് പോകാം, ചിലപ്പോൾ 1 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ട് റിയാക്ട് ചെയ്ത് നമ്മുടെ ഡേയുടെ ഓബിയിലേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഓബി അല്ലെങ്കിൽ എക്സ്ട്രീം ഓബിയിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ലും നോക്കാവുന്നതാണ്. എങ്ങോട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് സെല്ല് നോക്കാം. അല്ല പ്രൈസ് ഇവിടെ നിന്നാണ് ഇനി കയറാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും 50 മിനിറ്റിലൊക്കെ പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരറ്റ് തന്ന് വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് 1 ഹവറിലും ആ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് വരുന്നത് മെയിനായിട്ടുള്ള എൻട്രി. ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡേയുടെ എൻട്രിയാണ്. ആ ഒരു പൊസിഷനിൽ വന്ന് നല്ലൊരു കൺഫർമേഷൻ. ഇപ്പോൾ ട്രേഡ് എൻ്റെ ഒരു സെറ്റപ്പിൽ എടുക്കാത്ത ആൾക്കാർ വെച്ച് നിങ്ങളുടെ കൺഫർമേഷനിൽ കിട്ടുന്ന ട്രേഡുകൾ വെച്ച് ഈ ഒരു പൊസിഷനിൽ നിന്ന് ബൈ നോക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ട് നമുക്ക് മന്തിലേക്ക് നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പ്രൈസ് ബുള്ളിഷ് ആയിരുന്നു. ഇപ്പോൾ മന്തിൻ്റെ വെച്ച് നോക്കണമെങ്കിൽ കഴിഞ്ഞ മന്തിനേക്കാളും പ്രൈസ് നമ്മൾ ഓൾറെഡി ബ്രിട്ടീഷ് പൗണ്ട് ഡേയുടെ ഓബിയിൽ നിന്ന് പ്രൈസ് നല്ല സിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ പ്രൈസ് നോക്കി ഇനിയും പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ പോകുമെന്നുള്ളൊരു റീസൺ കിട്ടി. ഈ ഒരു പൊസിഷനിൽ മന്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വിക്ക് ബ്രേക്കാൻ നടത്തിയ ഒരു IFC ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ലോ പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഇനിയും പ്രൈസ് നല്ല രീതിയിൽ പുൾ ബാക്ക് എടുക്കും. അപ്പോൾ എന്തായാലും ഈ ലോ ഇനി പെട്ടെന്നൊന്നും ഫെയിൽ ചെയ്യില്ല. പ്രൈസ് ഇവിടെ നിന്ന് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് വീക്കിൻ്റെയിലേക്ക് നോക്കാം. വീക്കിൽ എന്താണ് നമുക്ക് സംഭവിച്ചേക്കണേന്ന് നോക്കാം. വീക്കിൻ്റെ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വീക്കുകളായിട്ട് പ്രൈസ് ബുള്ളിഷായിരുന്നു. പക്ഷേ ലാസ്റ്റ് വീക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഒന്ന് ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് എന്തായാലും ഡേയുടെ ആ ഒരു മൂവ്മെൻറ്റ്സ് കുറേ അങ്ങോട്ട് പോയിട്ട് എന്തായാലും നല്ലൊരു പുൾ ബാക്ക് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ വരുന്നത് നമ്മുടെ ഡേയുടെ ഈ ഒരു ഇന്ത്യയുടെ ലോബിയിൽ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് പ്രീവിയസ് വീക്കിൻ്റെ ലോ എടുത്തേക്കണത് കൊണ്ട് മാത്രമാണ്. ഇവിടുന്ന് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോകാൻ സാധ്യതയുണ്ട്, ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്കിതൊരു ഇൻറ്റേർണലാണ്. പക്ഷേ ഇവിടെ വന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ഹൈ ധൈര്യമായിട്ട് ടാർഗറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്യാം,
കുറച്ചും കൂടി ഹോൾഡ് ചെയ്തെടുക്കാവുന്ന ട്രേഡുകൾ കിട്ടും. അല്ല ബ്രിട്ടീഷ് പൗണ്ടിന് വല്ല നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇതും ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വല്ല ലോ ബ്രേക്ക് ചെയ്ത് എന്തായാലും എടുക്കാൻ സാധ്യതയില്ല. ഈ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ആ മൂവ്മെൻറ്റ്സ് വളരെ ഫാസ്റ്റായിരിക്കും. ഇന്ത്യയുടെ പ്രത്യേകത ഇതാണ്. ഇതൊക്കെ എടുത്ത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് പ്രൈസ് മൂവ് ചെയ്യും. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഇൻറ്റേർണൽ പറഞ്ഞതാണ് ഈ ഐഡിയം എടുത്ത സമയത്ത് കണ്ടോ. ഈ ഐഡിയം എടുത്ത് വളരെ ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് അല്ലേ, നല്ല ട്രേഡായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ്സുകൾ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതേപോലെ 4 ഹവറിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീക്കിൻ്റെ ലോ എടുത്തിട്ടുണ്ട്. 4 ഹവറിൻ്റെ എക്സ്ട്രീമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്രൈസ് കയറി പോകാം. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഒരു ബിയറിഷ് സ്ട്രക്ചറിലാണ്. ഇപ്പോൾ നമുക്ക് ഈ OBയിലേക്ക് പ്രൈസ് വരാനായിട്ട് ഈ 1 ഹവറിൻ്റെ OBയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സെല്ലും നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് സെല്ലും നോക്കാം. വേറെ ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് പറയാനായിട്ട്. അപ്പോൾ പ്രൈസ് ബുള്ളിഷിലേക്കാണ്. പക്ഷേ എന്നാലും ഡേയുടെ ഒരു OBയിൽ നിന്നുള്ള മൂവ്മെൻറ്റ്സ് ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രൈസ് ചെറുതായിട്ടൊന്ന് ഡിസ്കൗണ്ടിലേക്ക് വന്ന് ഇതിലേക്ക് വന്നിട്ട് പോകാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് സെല്ലും ബൈയും നോക്കാവുന്നതാണ്. ബൈ ആണെങ്കിൽ ലോങ് ടൈം ബൈ നോക്കാവുന്ന ഏറ്റവും നല്ല സെറ്റപ്പ് ഇതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് EURUSDയിലേക്ക് വരാം. അല്ല, EURUSDയിൽ ഞാൻ കൂടുതലായിട്ട് ട്രേഡ് എടുക്കാത്തൊരു റീസൺ എപ്പോഴും പറയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഹൈ ടൈം ഫ്രെയിമിൽ ഒരു പൊസിഷനിൽ നിന്ന് ലോങ് ടൈം ട്രേഡ് എടുത്തു. പക്ഷേ പ്രൈസ് അത് കുറേ മൂവ് ചെയ്ത് തിരിച്ചു വന്നിട്ട് അതിൻ്റെ ഹൈ വീണ്ടും എടുക്കും. ഇപ്പോൾ സെല്ലാണെങ്കിൽ അതിൻ്റെ ഹൈ വീണ്ടും എടുക്കും. ചിലപ്പോൾ 3 വട്ടം വരെയൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ കഴിഞ്ഞ നമ്മൾ 1 ഹവറിൻ്റെ OBയിൽ നിന്ന് എടുത്തത് ഞാൻ കാണിച്ചു തരാം. മന്തിൻ്റെ നോക്കുമ്പോൾ ഓൾറെഡി ബുള്ളിഷാണ്. ഒരു ഇൻസൈഡ് ക്യാൻഡിലുമാണ്. മന്തിൻ്റെ സ്ട്രക്ചർ നോക്കണമെങ്കിൽ ഓൾറെഡി ബിയർ സ്ട്രക്ചറാണ്. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പത്തെ ആഴ്ച പ്രൈസ് ബിയറിഷാണ് അല്ലേ. കഴിഞ്ഞ ആഴ്ച ബിയറിഷ് അതിൻ്റെ ഹൈ എടുത്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഡേയുടെ ഐഡിയം എടുത്തു. ഡേയുടെ ഡിസിഷൻ OBയിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്തു. ഏകദേശം ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് കയറി വന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ നോക്കാതിരിക്കുക. ഇവിടെ ഒരു OB ഇല്ലെങ്കിൽ പോലും നമ്മളൊരു OBയുടെ റൂൾ വെച്ച് നോക്കുമ്പോൾ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ തന്നെ ടാർഗറ്റ് എടുത്ത് മാറിയവർക്ക് ഈ ട്രേഡിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വരുമ്പോഴാണെങ്കിലും കണ്ടോ, നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ട്രേഡ് നോക്കിക്കഴിയുമ്പോൾ ഈ ഹൈ എടുക്കുക. നമുക്ക് 1 ഹവറിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. 1 ഹവറിൻ്റെ OBയിൽ നിന്നാണ് നമ്മൾ ഈ സെല്ലെടുത്ത് അല്ലേ. നമ്മൾ ഈ സെല്ലെടുത്ത് പ്രൈസ് എവിടം വരെ മൂവ് ചെയ്തു, ഇവിടം വരെ മൂവ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ എടുത്തു. ഫസ്റ്റ് ഹൈ എടുത്തു, വീണ്ടും പ്രൈസ് മൂവ് ചെയ്തു. വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, അതിൻ്റെ ഹൈ ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്തു. അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ്സ് നോക്കിയപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ EURUSDയിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ എന്നെപ്പോലെ ഗോൾഡിൽ മാത്രം കൂടുതൽ ട്രേഡ് എടുക്കുന്നവരെ സംബന്ധിച്ച് ഇത് നല്ലൊരു പ്രോഫിറ്റ്. എന്നെ സംബന്ധിച്ച് മറ്റുള്ള കറൻസിയിലൊക്കെ നമുക്ക് ലോങ് ടൈം ട്രേഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയൊക്കെ വല്ലതും വെച്ചിട്ട് സെക്കൻഡ് ടാർഗറ്റ് എന്തായാലും ബ്രേക്ക് ചെയ്യാനടിക്കും. വീണ്ടും ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എടുത്തിട്ടായിരിക്കും വീണ്ടും ബ്രേക്ക് ചെയ്യാനടിക്കും. വീണ്ടും ട്രേഡ് എടുക്കുന്നു, ബ്രേക്ക് ചെയ്യാനടിക്കുന്നു. ഇതായിരിക്കും എൻ്റെ EURUSDയിൽ കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ EURUSDയിൽ കൂടുതൽ ട്രേഡുകൾ എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ബിയറിഷിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതേപോലെ ബുള്ളിഷിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് EURUSDയിൽ. നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് പോകാം. നമുക്ക് മന്തിലേക്ക് പോകാം. മന്ത് നോക്കണമെങ്കിൽ ഓൾറെഡി എല്ലാ കറൻസിയും ബുള്ളിഷിലാണ് മന്ത് അല്ലേ. ഇതും നല്ല ബുള്ളിഷിലായിരുന്നു. പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ട് പ്രൈസ് ലോയും ഹൈ ഒക്കെ എടുത്ത് പ്രൈസ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മന്ത് ബേസ് എന്ന് വെച്ച് നോക്കണമെങ്കിൽ പ്രൈസ് ഓൾറെഡി ബിയറിഷാണ്. നമുക്ക് വീക്കിലേക്ക് നോക്കണമെങ്കിൽ പ്രൈസ് ഓൾറെഡി വീക്കിൻ്റെ സെറ്റപ്പ് വെച്ച് നോക്കണമെങ്കിലും പ്രൈസ് ബിയറിഷിൽ തന്നെയാണ് കേട്ടോ. ബിയറിഷിൽ തന്നെയാണ്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലെ വെച്ച് നോക്കണമെങ്കിൽ പ്രൈസ് ഞാനിവിടെ ഒരു OB വരച്ചിട്ട് വേറെ ഒന്നുമല്ല. ഡെയിലും ബിയർ സ്ട്രക്ചർ തന്നെയാണ്. ഐഡിയം എടുത്ത് പ്രൈസ് റിയാക്ട് ചെയ്തു, ടാർഗറ്റ് കിട്ടി. പക്ഷേ ബോഡി ബ്രേക്ക് കയറുന്നില്ല. പ്രൈസ് വീണ്ടും കയറി പോയി കഴിഞ്ഞപ്പോൾ ഈ ഹൈനെ ബോഡി ബ്രേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. 1 2 2 ലിക്വിഡിറ്റി എടുത്ത് ഇവർ വിക്കോബിൽ വരുമ്പോൾ എന്തായാലും റിയാക്ട്. ഇപ്പോൾ ഈ ആഴ്ച ഈ വിക്കോബിൽ വന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ട്രേഡ് എടുത്തോ. നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കണമെങ്കിൽ ഈ ഒരു ലെവൽ വരുമ്പോൾ ഇതൊക്കെ ആയിരിക്കണം മെയിനായിട്ട് ടാർഗറ്റ് കിട്ടുന്നത്. ചിലപ്പോൾ ഇച്ചിരി കൂടി കയറിയിട്ട് പ്രൈസ് തിരിച്ചു പോരാനുള്ള സാധ്യതയുണ്ട്. ഇത് ലോ ബ്രേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വരുമ്പോൾ പ്രൈസ് ബിയറിഷാണ്. കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ബിയറിഷ്. ഇവിടെയൊക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് പോകണമെങ്കിൽ ഇവിടെ നല്ല ഇൻഎഫിഷ്യൻസി ഉണ്ട്. അത് ആ ഡേയുടെ വിക്കി എന്നുള്ള റിയാക്ഷൻ ഒരു ഇൻഎഫിഷ്യൻസിയൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് 1 ഹവറിലേക്ക് വരികയാണെങ്കിൽ 1 ഹവറിൽ പ്രൈസ് ഇതാണ്. അപ്പോൾ
ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം നമ്മൾ നേരെ അതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ 1 അവറിൻ്റെ ഈ OB ഒക്കെ ആയിരിക്കും ആ റിയാക്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡേയുടെ ഇതിലേക്ക് ഡയറക്റ്റ് വരാതെ പ്രൈസ് കയറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 1 അവറിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് ഇവിടെ നിന്നോ മിക്കവാറും ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഡേയുടെ ഈ ഒരു പൊസിഷനിലേക്ക് ട്രേഡ് ചെയ്യുക. ഈ ലോ ഒരിക്കലും വെക്കരുത്. ഇത് റിയാക്ട് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് പുതിയൊരു മാസമാണ്. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.